ആ നന്ദനയും ഇപ്പൊ അടുക്കളക്കാരിയുടെ കൂടെ ചേർന്നില്ലേ? അപ്പൊ സ്വാഭാവികമായും അവൾ ആനന്ദിന്റെ പക്ഷത്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഭയന്നേ പറ്റൂ. എന്തൊരടിയായിരുന്നു! കണ്ണിന്ന് പൊന്നീച്ച പറന്നു. നന്ദൻ ഇപ്പൊ കല്യാണിയുടെ കയ്യില, അതിന് യാതൊരു സംശയവും. അല്ലെങ്കിൽ എന്നെ അടിക്കില്ലായിരുന്നല്ലോ. ഞാൻ എണ്ണ ഒഴിച്ചു പോലും. അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവള് മടങ്ങി വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അവള് പഴയ നന്ദനയല്ല, മാനസാന്തരപ്പെട്ടിട്ട് അവളുടെ വരവെന്ന്. അവളെ ഇനി സൂക്ഷിക്കണം. ഗംഗേ, അവൾ ഇന്നലെ വരെ കാണിക്കാത്ത ധൈര്യം ഇന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന മഹേശ്വരിയുടെ ഉപദേശമായിരിക്കാം. തന്ത്രശാലിയ മഹേശ്വരി. അഖില ഇല്ലാത്ത സമയത്ത് അവൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ എന്തോ ലക്ഷ്യത്തോടു കൂടി തന്നെയാ. എന്ത് ലക്ഷ്യം? എന്തോ ആവാം. ചിലപ്പോ ഈ കല്യാണം മുടക്കുകയാണ് ലക്ഷ്യമെങ്കിലോ? നന്ദന മറുപക്ഷത്തായ സ്വാഭാവികമായും മഹേശ്വരി അമ്മയും നന്ദനയുടെ കൂടെയല്ലേ നിൽക്കൂ. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? പുകച്ച് പുറത്ത് ചാടിക്കണം. ഈ മഹേശ്വരിയെ ഇവിടുന്ന് പായിച്ചു വിട്ടാ പിന്നെ നന്ദന കൂട്ടിലിട്ട കിളിയെ പോലാവും. ആരും സപ്പോർട്ടിനില്ലാന്ന് കാണുമ്പോ അവള് തനിയേ നമ്മുടെ അടുത്ത് വരും. തൽക്കാലം അതേ ഉള്ളൂ ഏക മാർഗം. അവരെങ്ങനെ ഓടിക്കും? അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടക്കണം. മഹേശ്വരിയെ ഓടിച്ചേ പറ്റൂ. അതിനെന്താ വഴിയെന്ന് പറയാൻ. മഹേശ്വരിയെ തൃച്ചംബരത്ത് നിന്നും പറഞ്ഞയക്കാൻ ഞാനോ നീയോ ഈ ജയന്തിയോ വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ അഖില ഇല്ലാത്തതുകൊണ്ട് ശിവരാമേട്ടൻ വിചാരിക്കണം. മഹേശ്വരി തൃച്ചംബരത്ത് നിന്ന് പോണോന്ന് ശിവരാമേട്ടൻ പറയണം, പറയിക്കണം. അതിനുള്ള കരുക്കളാണ് നമ്മൾ നീക്കേണ്ടത്. അതേ ഉള്ളൂ ഏക മാർഗം. ഗംഗേ, അത് പറയിപ്പിക്കാൻ നിനക്ക് കഴിയും. ആ ചുമതല നീ ഏറ്റെടുക്കണം. സാധിക്കുമെന്നറിയില്ല, എന്നാലും അതോത്ത് ഞാൻ ഏറ്റെടുക്കാം. ഹലോ, ആ മെയിൽ അയച്ചോ? ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. മഹേശ്വരി, എന്റെ തട്ടകത്തിൽ വന്നുള്ള നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. എന്താ നീ ആലോചിക്കുന്നേ? ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ. ഒരു വെടിക്ക് രണ്ട് പക്ഷിയോ? വെടിയറച്ച് നിന്ന കാലം മറന്നു.
കല്യാണി, വലിയ എന്താ ആലോചിക്കുന്നത്? ഇളയമ്മ പറഞ്ഞതുപോലെ ഇങ്ങനെ സ്വപ്നം കണ്ട് വന്നിട്ടായിരിക്കും സ്റ്റെയർ ഇറങ്ങിയപ്പോ വീഴാൻ പോയത്. പാവം, ആ ജയന്തിക്ക് അടിയും കിട്ടി. സ്വപ്നമൊന്നുമല്ല വലിയ കുഞ്ഞെ, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാ മനസ്സ് നിറയെ. അങ്ങനെയാണെങ്കിൽ അതിലൊരു ചോദ്യം ഉത്തരവും ഞാൻ തന്നെ പറയാം. നീ എണ്ണയിൽ ചവിട്ടി വീഴാൻ പോയപ്പോ നന്ദൻ എന്തിനാ പിടിച്ചത്? എന്തിനാ അവള് ജയന്തിയെ അടിച്ചത്? അതിന്റെ ഉത്തരം ആരെന്ത് പറഞ്ഞു? അവന്റെ ഏട്ടത്തിയമ്മയെ അവന്റെ ഭാര്യ അംഗീകരിച്ചു തുടങ്ങിയെന്ന്. അതല്ല വലിയ കുഞ്ഞെ, ഒരു 100 ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. ഞാൻ അച്ഛന് കൊടുത്ത ഗുളിക അതെങ്ങനെയാ മാറിയേ? ഇങ്ങനെ തുടങ്ങി. കല്യാണി അല്ലേ? ശരി, 100 ചോദ്യങ്ങളും ഉത്തരവില്ലാത്തതാണോ? അതെ, ഉത്തരം ഉണ്ടാവാ. പക്ഷേ അതൊക്കെ തെറ്റാവൂന്നുള്ള ഭയമുണ്ട്. അഖിലാമ്മയുടെ ഇല്ലാത്തപ്പോ എന്തോ ഒരു ശൂന്യത തോന്നുന്നു. ആകെ ഇരുട്ടടഞ്ഞതുപോലെ. ഉഗ്രവിഷമുള്ള കരുനാഗങ്ങൾ മറ പറ്റിക്കിടക്കുന്നത് പോലൊരു ഭയം തോന്നുന്നു. മുന്നിൽ വരുന്നവരൊക്കെ അർത്ഥം വെച്ച് നോക്കുന്നത് പോലെ. എല്ലാം നിന്റെ മനസ്സിന്റെ വെറും തോന്നലുകളാണ്. നിന്റെ അടക്കം എല്ലാവരുടെയും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ തീർക്കാനാ അമ്മ പുണ്യസ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനയും പൂജയും നടത്തുന്നത്. കല്യാണി, നിന്റെ സന്തോഷമുള്ള മുഖം കാണാൻ എനിക്കിഷ്ടം. നീ ഒരു കാര്യം ചെയ്യ, നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്ക്. അപ്പോഴെങ്കിലും ആ മുഖത്തൊരു സന്തോഷം വരട്ടെ. അതാണ് എനിക്ക് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം. മറ്റൊരാളുമായി എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഗംഗയുമായിട്ട് വല്യകുഞ്ഞിന്റെ കല്യാണവും, അതും രണ്ടിടത്ത് വെച്ച്. എന്റെ കല്യാണം ഓഡിറ്റോറിയത്തിലും വല്യകുഞ്ഞിന്റേത് വീട്ടിലും. മാത്രമല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടാ വല്യകുഞ്ഞിന്റെ കല്യാണം. അപ്പോ എങ്ങനെ വല്യകുഞ്ഞ് അതോർത്ത് സന്തോഷിക്കുക? കല്യാണി, ദേ നോക്ക്, എല്ലാം ശരിയാവും. ഞാൻ നിനക്ക് വാക്ക് തന്നതാ നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന്. അത് ഞാൻ പാലിച്ചിരിക്കും. ഇനിയുണ്ട് മറ്റൊരു ചോദ്യം. വല്യകുഞ്ഞിന്റെ വാക്ക് പാലിക്കപ്പെടുമോ, അതോ അഖില മേഡത്തിന്റെ ഇളയച്ചന്റെ പ്രവചനം ഫലിക്കുമോ എന്നുള്ളതാ. ഇപ്പൊ ഉറപ്പിച്ചിരിക്കുന്ന ഈ കല്യാണമെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ ഒരു കയറിൻ തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നു പറഞ്ഞിരിക്കുക അച്ഛൻ. ഇതിനൊക്കെ ഉത്തരം തരാൻ വല്യകുഞ്ഞിന് പറ്റുമോ? കല്യാണി, ചോദ്യങ്ങളെല്ലാം തൽക്കാലം ചോദ്യങ്ങളായി തന്നെ ഇരിക്കട്ടെ. ഉത്തരങ്ങൾ നിന്റെ വിളിപ്പുറത്തമ്മ തീരുമാനിക്കട്ടെ. എല്ലാത്തിനും ചേർത്ത് എന്റെ മുന്നിലൊരു ഉത്തരവുണ്ട് വല്യകുഞ്ഞെ. എന്റെ വല്യകുഞ്ഞിന്റെ പെണ്ണാവാൻ പറ്റിയില്ലെങ്കിൽ ആ ഉത്തരം ശരിയാണെന്ന് ഞാൻ വിചാരിക്കും. എന്താ കല്യാണി ഇത്? നീ എന്റെ പെണ്ണ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ പെണ്ണ. കല്യാണി, എന്നെ തിരക്കുന്നുണ്ടാവും, ഞാൻ പോട്ടെ. ഇല്ല, കമ്പനി ആയിട്ടൊന്നുമില്ല. അത് രണ്ടിടത്തൊരു ഓഫീസ്. അതെ, അതെ, ഷാർജയിലും അബുദാബിയിലും. അത് ഇളയച്ചനാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ മഹേശ്വരിയെ അരവിന്ദ് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് നീ കണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇളയച്ചനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അരവിന്ദേ, അതെ, ഞാനേ ഇളയച്ചന്റെ കോണ്ടാക്ട് നമ്പർ തരാം. അരവിന്ദേ. ഓക്കെ, താങ്ക് യു. ഒരു മാനേഴ്സ് ഒക്കെ വേണ്ട ഇളയമേ. ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന ഇടയിലാണോ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എനിക്ക് ഇത്തിരി മാനേഴ്സ് ഒക്കെ കുറവാ.
നല്ല മാനേഴ്സ് ഒക്കെ ഉള്ള ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ, ആ മഹേശ്വരി ഇനി തൃച്ചംബരത്ത് വേണ്ട. ആ സാധനത്തിന് നീ പറഞ്ഞു വിടുന്നോ അതോ ഞാൻ പറഞ്ഞു വിടണോ? എളേമേ, എന്താ കാര്യം അത് പറയൂ. കാര്യവും കാരണമൊന്നും നീ അറിയണ്ട. ആ മഹേശ്വരിയെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കണം. അവൾ ഇനി തൃച്ചംബരത്ത് വേണ്ട, അത്ര തന്നെ. ഓക്കെ, പറഞ്ഞുവിടാം. ഇളയമ്മ ഈ പറയുന്ന മഹേശ്വരി അമ്മ എൻ്റെ ഭാര്യയുടെ അമ്മ. അവരുടെ മകള് താമസിക്കുന്ന വീടാ ഇത്. സ്വന്തം മകള് താമസിക്കുന്ന വീട്ടിലെ ഒരമ്മ വരാൻ പാടില്ലെന്ന് പറയാൻ ഒരു കാരണം വേണ്ടേ? ആദ്യം അത് പറയൂ. അതിപ്പോ അവര് വന്നിരിക്കുന്നതേ ചില ഗൂഢമായ ലക്ഷ്യങ്ങളുമായിട്ടാ. ഇളയമ്മേ, നിങ്ങൾ എൻ്റെ അമ്മായിമ്മയായിട്ടുള്ള പോര് തുടങ്ങിയതേ ഇന്നും ഇന്നലെയൊന്നും അല്ല. നിങ്ങളുടെ പഴയ വൈരാഗ്യം തീർക്കാനുള്ള വേദിയല്ല തൃച്ചംബരം. പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിൽ എത്ര കാലം വേണമെങ്കിലും കഴിയാം. അത് തടസ്സപ്പെടുത്താന്ന് ഇളയമ്മ വിചാരിക്കുന്നുണ്ടെങ്കിലേ അത് നടക്കില്ല. അല്ല, അത് ഇളയമ്മയ്ക്ക് പറ്റുന്ന ഒന്ന് ചെയ്തു നോക്കൂ. നീ പൊയ്ക്കോ. അവരിവിടെ വന്ന് ഇവനെ ആക്ഷേപിച്ചിട്ട് പോയതൊക്കെ അങ്ങ് മറന്നു. എന്തൊരു സ്നേഹം. ആന്റി, ഇനി ഞാൻ ആലോചിച്ചിട്ട് ആ മഹേശ്വരി അമ്മേനെ ഓടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്തു വഴി? കൂടോത്രം. കഷ്ടം. ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ടെന്ന് ചെല്ല. ഈ അമ്മയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അങ്ങളെ. ആ മോളോ? ആ മഹേശ്വരി ഉണ്ടായിരുന്നു. ഇരിക്കെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നല്ലോ. എന്താ മോളെ? ഒന്നുമില്ല അങ്ങളെ. ഒന്നുമില്ലെന്നല്ല, ഞാൻ പറയാം. പറയൂ. വേറൊന്നുമല്ല, എല്ലാ രക്ഷകർത്താക്കൾക്കും മക്കളുടെ ഭാവിയിൽ ആശങ്ക കാണുമല്ലോ, അത് തന്നെ. എന്താ മഹേശ്വരി പറയുന്നത്? മക്കളുടെ കാര്യത്തിൽ ആശങ്കയോ? നന്ദന എന്താ സ്കൂൾ കുട്ടിയാണോ? അതല്ല ശിവരാമേട്ട, ഇവരേത് സമയവും കീരിയും പാമ്പും പോലെയാ. ഇപ്പൊ ഇരിക്കുന്നത് പോലെ ആവില്ല. കുറച്ചു കഴിയുമ്പോ പരസ്പരം ചേരില്ല. ഒരു പക്ഷേ പാകതയില്ലാത്തത് കൊണ്ടാവാം. എന്താ ഇപ്പൊ വല്ല പ്രശ്നമുണ്ടോ? അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലങ്ങളെ, ഒന്നുമില്ല. പിന്നെ മഹേശ്വരി പറയുന്നത് മോളുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടെന്നാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അവര് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണല്ലോ. ഓ, എന്ന്? അതല്ല ശിവരാമേട്ട, നമ്മളൊക്കെ ഇനി എത്ര നാളുണ്ടാവൂന്ന് അറിയില്ല. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവളുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് പ്രധാനം. അതിനൊരു വിട്ടുവീഴ്ചയില്ല. നല്ലത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശിവരാമേട്ട, ഞാൻ പറഞ്ഞു വരുന്നത് ഇവരേത് സമയത്ത് വേണമെങ്കിലും വഴക്കും വക്കാണും ഉണ്ടാക്കാം. മഹേശ്വരി, നന്ദനയും അരവിന്ദും തമ്മിൽ ഈ പറയുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അഥവാ ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മളൊന്നും ഇടപെടാതെ അവരതൊക്കെ പരിഹരിച്ചോളും. ഇല്ലേ മോളെ? അങ്ങനെ വഴക്കിടുകയും ഒരുമിക്കുകയും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവൾ സുരക്ഷിതയാണെന്ന് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഉറപ്പു വേണം. മഹേശ്വരി, എന്തുറപ്പാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറയൂ, എന്നല്ലേ മനസ്സിലാവൂ. ഇത് തൃച്ചംബരോ, കാലഹരണപ്പെട്ട ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാ ഇവിടത്തേത്. അതാ ഭയം. എന്തു ഭയം? മറ്റൊന്നുമല്ല, ഈ തൃച്ചംബരത്തേക്ക് ഒരു മൂത്ത മരുമകൾ വരുമ്പോ
ഓട്ടോമാറ്റിക്കായി എല്ലാ വസ്തുവകകളുടെയും അധികാരം അവൾക്ക് ലഭിക്കും. അപ്പോ ഇളയ മരുമകൾ വെറും ഒരു നിഴൽ മാത്രമാകും. ഏത് കാര്യത്തിനും വരാൻ പോകുന്ന മൂത്ത മരുമകളുടെ അനുവാദം ചോദിക്കേണ്ടി വരും. അതാ എനിക്കുള്ള ആശങ്ക. ഒരിക്കലും എന്റെ മകൾക്ക് ഗതി വരരുത്. അങ്ങനെ സംഭവിക്കില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക്. മഹേശ്വരി ഉദ്ദേശിക്കുന്നത് പാർട്ടീഷൻ. അതെ, ഭാഗം വെക്കണം. അരവിന്ദിന്റെ ഷെയർ അരവിന്ദിന് കൊടുക്കണം. ഓഹോ, അപ്പൊ അതായിരുന്നു ഇക്കുറി മഹേശ്വരിയുടെ വരവിന്റെ ഉദ്ദേശം അല്ലേ? തൃച്ചംബരത്തെ ഭാഗം വയ്ക്കൽ തീരുമാനിക്കുന്നത് മകന്റെ അമ്മായിയമ്മയല്ല. മഹേശ്വരിക്ക് സ്ഥലകാല ബോധം പോയെന്ന് തോന്നുന്നു. എനിക്ക് നിർത്ത് നന്ദനെ, മഹേശ്വരി വിളിച്ചിട്ട് പോ. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ലേ? തൃച്ചംബരം ഭാഗം വയ്ക്കാൻ പോലും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാം. അപ്പൊ വന്നാ മതി. ഇപ്പൊ നിങ്ങൾക്ക് പോകാം. വിടടി. എന്നാ കേട്ടോ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഈ മഹേശ്വരിക്ക് ഒരു മടക്കയാത്രയുള്ളൂ. വാടി. ആനന്ദ്, നീയോ? ആനന്ദേ, ആനന്ദ് താലി കെട്ടാൻ പോകുന്നൊരു പെണ്ണല്ലേ ഞാൻ. എന്നോട് ആനന്ദ് സംസാരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? ദേ, ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിച്ച് തീർക്കാനുള്ളതാ നമ്മള്. നമുക്കിടയില് ഇങ്ങനൊരകലം വേണ്ട ആനന്ദ്. ഇത് നീ എഴുതി പഠിച്ച് പരിശീലിച്ചായിരിക്കുമല്ലേ? മനസ്സുകൾ കൊണ്ട് നമ്മൾ രണ്ട് ലോകത്ത്, ഒരിക്കലും ഒരുമിക്കാനാകാത്ത ദൂരത്തിൽ. നന്മയും തിന്മയും ഒരു കാലത്ത് ഒരുമിക്കില്ല. എന്നെ ഭർത്താവാക്കി തൃച്ചംബരത്തെ മഹാറാണിയാവാനുള്ള നിന്റെ ലക്ഷ്യത്തിന് പിന്നിൽ നീ തന്നെ മറച്ചു വെച്ചിരിക്കുന്ന ചില സത്യങ്ങളുണ്ടല്ലോ. അതെന്താണെന്ന് നിന്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക. നീയും ഇളയമയും കൂടി ദാസേട്ടനെ കൊന്ന് കല്യാണിയുടെ മേൽ കുറ്റം ചുമത്താനുള്ള ഹീനമായ പ്രവൃത്തി. നീ ഒന്നോർത്തോ, നീ ഇനി എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും നിന്നെ ഞാൻ താലി ചാർത്തുന്നുള്ള പ്രതീക്ഷ വേണ്ട. അത് സംഭവിക്കില്ല എന്ന് ഞാൻ ആണയിട്ട് പറഞ്ഞാലും നീ ഈ തൃച്ചംബരം വിട്ട് പോവില്ല എന്ന് എനിക്കറിയാം. നിന്റെ ഈ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അധികം താമസിക്കാതെ ഞാൻ പുറത്തു കൊണ്ടുപോയി. നിന്റെ ബയോഡേറ്റയും ജീവചരിത്രവും ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നിന്റെ ഈ കഴുത്തിൽ താലിക്ക് പകരം വീഴേണ്ടത് കൊലക്കയറാണോ എന്ന് ഞാൻ തീരുമാനിക്കും. എന്നാ കേട്ടോ, തൃച്ചംബരത്ത് ഒരുങ്ങുന്ന മണ്ഡപത്തിൽ വെച്ച് നിറപറയും നിലവിളക്കും സാക്ഷി നിർത്തി നീ ആരുടെയെങ്കിലും കഴുത്തിൽ താലി കെട്ടുമെങ്കിൽ അത് ഈ ഗംഗയുടെ കഴുത്തിൽ തന്നെയായിരിക്കും. മാത്രമല്ല, ആ താലി നീ നിന്റെ കഴുത്തിലിടുന്ന മരണക്കുരുക്കിന് തുല്യമായിരിക്കും. ആ അടുക്കളക്കാരിയും കെട്ടി അവളോടൊപ്പം ജീവിക്കാന്ന് നിനക്ക് വല്ല പൂതിയും തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മായിച്ചു കളഞ്ഞേക്ക്. ഡ്രൈവർ ദാസനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചതിന് എന്ത് തെളിവാ നിന്റെ പക്കലുള്ളത്? ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം. എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്നാൽ ഈ തൃച്ചംബരത്ത് ഞാൻ സ്വയം എന്റെ ജീവിതം അവസാനിപ്പിക്കും. അതിന് കാരണക്കാരൻ നീയാണെന്ന് എല്ലാ തെളിവുകളോടും കൂടി നിയമത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടായിരിക്കും എന്റെ യാത്ര.
വിടില്ല നിന്നെ. നിന്നെയും കൊണ്ട് ഇങ്ങ പോകൂ. പാഴ് സ്വപ്നമാ, വെറും ദിവാസ്വപ്നം.